ഹായ് കൂട്ടുകാരെ, ഞാൻ ദിവ്യ. വർണ്ണാഭമായ ചെടികളും പൂക്കളും അതുപോലെ കൊച്ചടുക്കളത്തോട്ടം അടങ്ങുന്ന നമ്മുടെ ഈ വീട്ടുമുറ്റത്ത് ഒരു തേനീച്ചപ്പെട്ടി വെച്ചാലോ? എന്നാൽ ഞാനിത് നേരത്തെ ചെയ്തായിരുന്നു കേട്ടോ. ഞാനൊരു 1.5 വർഷം മുന്നേ നിലയ്ക്കൽ ഗാർഡനിൽ നിന്നും ഒരു തേനീച്ചപ്പെട്ടി ഓർഡർ ചെയ്തായിരുന്നു. കൊറിയർ വഴി അവർ അയച്ചു തരുകയും ചെയ്തു കേട്ടോ. അപ്പോൾ തേനീച്ച വളർത്തലിനെ പറ്റി കാര്യമായ അറിവൊന്നും എനിക്കില്ല. പരീക്ഷണാർത്ഥത്തിൽ വെച്ചതാണ് കേട്ടോ. എന്തെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുമുറ്റം നിറയെ ഔഷധ ചെടികളും വാട്ടർ പ്ലാന്റ്സും നിറയെ പൂക്കളും പച്ചക്കറികളും ഒക്കെയായി അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും ഒരു തേനീച്ചപ്പെട്ടി കൂടി വെച്ചാലോ എന്നൊരാഗ്രഹം. അങ്ങനെ നമ്മൾ നിലയ്ക്കൽ ഗാർഡനിൽ നിന്നും ഒരു തേനീച്ചപ്പെട്ടി വാങ്ങിച്ചു. പരീക്ഷണാർത്ഥത്തിൽ ഞങ്ങളതങ്ങോട്ട് ഇന്ന് അതങ്ങോട്ട് തുറന്നു കേട്ടോ. ആ ഒരു ബോക്സ് ഞങ്ങൾ തുറന്നു. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കാര്യമായിട്ടുള്ള അറിവൊന്നും നമുക്കില്ല കേട്ടോ. എന്നാലും ഞാനും എൻ്റെ മോളും കൂടെ അതങ്ങോട്ട് തുറന്നു. അപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. കൂട് നിറയെ മുട്ടകളായിരുന്നു. അപ്പോൾ ഒരു ഭാഗം മൊത്തം തേൻ ശേഖരിച്ച് വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു പാത്രത്തിൽ അരിപ്പ വെച്ചിട്ട് അതിൻ്റെ മീതേക്ക് ഇതെല്ലാം കുറച്ച് കളക്ട് ചെയ്ത് വെച്ചു. മൊത്തം എടുത്തില്ല കേട്ടോ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് ഇവർക്ക് തേൻ ശേഖരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പൂമ്പൊടിയും തേനും ഒക്കെ അവിടെ വെച്ചു. കുറച്ച് മാത്രം നമ്മൾ എടുത്തു കേട്ടോ. പിന്നെ കുറച്ച് എഗ്ഗ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബോക്സ് വാങ്ങിച്ചായിരുന്നു. ആ ബോക്സിലേക്കും വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തേനീച്ച വളർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ നിലയ്ക്കൽ ഗാർഡനുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ.